വെൽക്കം ബാക്ക് ടു ഏലാസ് കിച്ചൻ ആൻഡ് ബിയോണ്ട്. കുറച്ച് നാളുകളായി കേട്ടോ ഞാൻ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്, കാരണം കുറച്ച് തിരക്കായിരുന്നു. ഒരു ഏകദേശം 9 മാസത്തോളമായി ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട്. ഷോർട്സ് ഒക്കെ ഇടുമായിരുന്നു. ഇനി മുതൽ നമ്മൾ കുറച്ച് ലോങ് വീഡിയോ ഒക്കെ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം നാട്ടിലൊക്കെ നല്ല മാങ്ങയുടെ സീസണാണല്ലോ. നമ്മൾ സ്കൂൾ അടയ്ക്കുന്ന സമയത്താണല്ലോ നമ്മുടെ മാങ്ങാപ്പഴവും ചക്കപ്പഴവും ഒക്കെ ഉണ്ടാകുന്നത് അല്ലേ. ആ സമയത്ത് നമ്മൾ പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും നമ്മുടെ സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് മാങ്ങയൊക്കെ പറക്കുന്ന ആ ഒരു കുട്ടിക്കാലമൊക്കെ നമ്മളിപ്പം ഓർമ്മ വരും അല്ലേ. ഇവിടെ എന്തായാലും മാങ്ങാപ്പഴം പിറക്കിയെടുക്കാനൊന്നും പറ്റത്തില്ല, കടയിൽ പോയി തന്നെ മേടിക്കണം. അപ്പം ഞാനിവിടെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, 2 മാങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് നാളുകളായിട്ട് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഡിഷാണ് സ്റ്റിക്കി റൈസ് വിത്ത് മാംഗോ. അത് നല്ല ടേസ്റ്റാണ്, തായ് ഫുഡാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് ഇതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഇരുന്നപ്പോൾ ഞാനോർത്തു നമ്മൾ അങ്ങനെ അല്ലാതെ നമ്മുടെ നാടൻ രീതിയിൽ അതിനെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയാൽ എങ്ങനെയുണ്ടെന്ന്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ പുട്ട് വിത്ത് കോക്കനട്ട് ക്രീം. അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മാങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെത്തിയെടുക്കണം. പിന്നെ കുറച്ച് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. പുട്ടുപൊടി നമ്മൾ ഒരു അരക്കപ്പോളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ സാധാരണ വെള്ള പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് തേങ്ങയുണ്ട്, നമ്മുടെ തേങ്ങ ചിരണ്ടിയത് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച് കോക്കനട്ട് മിൽക്ക്. നമുക്ക് കോക്കനട്ട് മിൽക്ക് വേണമെങ്കിൽ നല്ല തേങ്ങ പിഴിഞ്ഞൊക്കെ എടുക്കാം. പക്ഷേ ഇവിടെ ഇതിങ്ങനെ ക്യാനിനകത്ത് കിട്ടും. അത് കുറച്ച് തിക്കാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ക്യാനിനകത്ത് കോക്കനട്ട് മിൽക്കാണ്. പിന്നെ ഇതൊന്ന് തിക്കൻ ചെയ്യാൻ വേണ്ടി കുറച്ച് കോൺഫ്ലോർ വേണം, അതിവിടെ എടുത്തിട്ടുണ്ട്. കോൺ സ്റ്റാർച്ച് അതും എടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടി കുറച്ച് വെളുത്ത എള്ള് എടുക്കാം. നമ്മൾ സ്റ്റിക്കി റൈസ് കഴിക്കുമ്പോൾ കണ്ടിട്ടുണ്ടല്ലോ, അതിനകത്തൊരു എള്ള് കാണാം, വെളുത്ത എള്ള്. അത് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, നിർബന്ധമില്ല. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് അതുകൂടെ ചേർക്കാം. പിന്നെ കുറച്ച് ഷുഗർ വേണം, ഉപ്പും വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് അങ്ങ് തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് മാങ്ങ ഒന്ന് ചെത്തിയെടുക്കണം, എന്നിട്ട് അതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് ചെത്തി നമുക്കെടുക്കാം. ഇതങ്ങ് കട്ട് ചെയ്തിടാം. നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ നമുക്കൊരു പീലർ കൊണ്ട് ചെത്തിക്കഴിഞ്ഞാൽ, കത്തി മതി, പക്ഷേ പീലർ കൊണ്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെത്തിയെടുക്കാൻ പറ്റുമല്ലോ. നമ്മൾ മാങ്ങ ചെത്തിക്കഴിഞ്ഞ് ഇനി ഇതൊന്ന് പൂളിയെടുക്കാം. കണ്ടിട്ട് നല്ല മാങ്ങയെന്ന് തോന്നുന്നു കേട്ടോ, നല്ല മധുരമുള്ളതാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. മാങ്ങ ഇവിടെ ചെത്തിയിട്ടുണ്ട്. നല്ല കളറൊക്കെയുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം. മുഴുവൻ വേണ്ട, ഒരു 2 കഷ്ണം, 2 പൂളുണ്ടല്ലോ, അത് അതൊന്ന് അരച്ചെടുത്താൽ മതി, ഒത്തിരി ഒന്നും വേണ്ട. ഇത് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. ഇതുണ്ട് ഇത്ര, ബാക്കി 2 എണ്ണം വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ ഡെക്കറേഷന് വേണ്ടി വെക്കണം. അപ്പോൾ ഞാൻ ഒരു മാങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കരുത്, ജസ്റ്റ് ഇതുപോലെ തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം. മാങ്ങയൊക്കെ നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ടല്ലോ. ഇത് നമ്മൾ ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എടുത്ത് വെച്ചിരുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, പുട്ടുപൊടി, അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് ഉപ്പോടെ ഇതിനകത്തിട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇച്ചിരി നേരം ഇത് വെക്കണേരാണ് അത് നന്നായിട്ട് അതിൻ്റെ ഈർപ്പമൊക്കെ വലിച്ചു കഴിയുമ്പോഴത്തേനും അത് കുറച്ചുകൂടെ അതിൻ്റെ കൺസിസ്റ്റൻസി നല്ലതാണ്. കുറച്ച് സമയം നമുക്കൊന്ന് മൂടി വെക്കാം ഇത്. അപ്പോൾ ഇത് കണ്ടാൽ ഒത്തിരി വെള്ളമുള്ള പോലെ തോന്നും, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ വെള്ളമൊക്കെ അത് വലിച്ചെടുത്തിട്ട് അത് നല്ല പൊടിയായിട്ട് വരും. ഇതിൻ്റെ കളർ കാണുമ്പോൾ നമുക്ക് നല്ല കളറല്ലേ ഈ മാങ്ങയ്ക്ക്. ഇപ്പോൾ കുറച്ച് സമയം ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ നമുക്കൊന്ന് മൂടി വെച്ചേക്കാം. നമ്മൾ ആ പുട്ടിൻ്റെ അതൊന്ന് കുതിരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ എള്ളൊന്ന് വറുത്തെടുക്കാം. വെളുത്ത എള്ളാണ് കേട്ടോ, അത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, അതിനകത്തോട്ട് നമ്മൾ വെളുത്ത എള്ള ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒത്തിരി ഒന്നും മൂക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇത് കണ്ടോ, ഈ കളർ മതിയേ, ഒത്തിരി അങ്ങ് ബ്രൗൺ ആകണ്ട. പുട്ടുപൊടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നമ്മൾ ചിരട്ടപ്പുട്ടില്ലേ, അതിൻ്റെ ആ കണ്ടെയ്നർ പോലത്തെ അതിനകത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇതിനകത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുക്കറിനകത്താണ് വെക്കുന്നത്. ഇതിനകത്തിട്ട് നല്ലൊരു ഷേപ്പിൽ കിട്ടുമല്ലോ, അതുകൊണ്ടാണ് ഇത് എടുക്കുന്നത്. നമ്മുടെ പുട്ടുകുറ്റിയിൽ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, പക്ഷേ ഇതാകുമ്പോൾ കുറച്ച് എമൗണ്ട് അല്ലേ, അത് മതി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നിറച്ചിട്ട് കുക്കറിനകത്ത് വെച്ച് വേവിക്കാം. നമ്മൾ ഇതിനകത്താക്കിയിട്ടുണ്ട്. അടിയിൽ കുറച്ച് തേങ്ങ ഇട്ടു, പിന്നെ നമ്മുടെ പുട്ടിൻ്റെ മിക്സ് ഇട്ടു, പിന്നെ മുകളിൽ കുറച്ച് തേങ്ങ, ഇങ്ങനെ ഇട്ട് നമുക്കിനി കുക്കറിൽ വെച്ച് ഇതൊന്ന് വേവിക്കാം. ഇവിടെ ഇരുന്ന് വേട്ടെ. നമ്മുടെ പുട്ട് ആവി കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ ആ കോക്കനട്ട് ക്രീം ഉണ്ടല്ലോ, അതൊന്നും ഉണ്ടാക്കാം.
അതിനുവേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കോക്കനട്ട് മിൽക്ക് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒരു അരക്കപ്പ് എടുത്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനകത്ത് കുറച്ച് കോൺഫ്ലോറും പിന്നെ ഷുഗറോടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തിക്ക് ചെയ്തെടുക്കും. അത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഈ ഒരു അരക്കപ്പ്, ഇതിനകത്ത് ഒരു അരക്കപ്പാണ് ഞാൻ എടുക്കുന്നത്. ഇതുണ്ട്, ഇത്രയും കോക്കനട്ട് മിൽക്ക് മതി കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് ഷുഗർ ഒന്ന് ആഡ് ചെയ്യണം. ഞാനിവിടെ ഒരു 2 ടീസ്പൂണോളം ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി മധുരം ആവശ്യമില്ല, ജസ്റ്റ് ഒരു കുറച്ച് മധുരം. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ കോൺ സ്റ്റാർച്ച് ഉണ്ടല്ലോ, അതൊരു കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം മതി, ഒരു കുറച്ച് തിക്കാകാൻ വേണ്ടി. അതുകൂടെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചേർക്കുമ്പം തന്നെ നല്ല തിക്കായി വരുന്നുണ്ട്. പുട്ടിന് നല്ല ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ട് ഓഫ് ചെയ്തേക്കാം അല്ലേ. ഇതെല്ലാം വെന്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, പുട്ടൊക്കെ വെന്തിട്ടുണ്ട്. അങ്ങ് ട്രാൻസ്ഫർ ചെയ്യാം. അടിപൊളി ഉണ്ടോ, നമ്മുടെ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന മാംഗോ ഇതിൻ്റെ സൈഡിലോട്ട് നമുക്ക് വെക്കാം. ഇതുണ്ട്, നമ്മുടെ മാംഗോ പുട്ട് ഇവിടെ റെഡിയാണ്. ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കോക്കനട്ട് ക്രീം ഒഴിക്കാം. കൂടെ കുറച്ച് എള്ളില്ലേ, നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന എള്ള്, ഇതും കൂടെ അതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ മാംഗോ പുട്ട് വിത്ത് കോക്കനട്ട് ക്രീം. എങ്ങനെയുണ്ട്? ഇത് കണ്ടോ, നമ്മുടെ മാംഗോ പുട്ട് വിത്ത് കോക്കനട്ട് ക്രീം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. കുറച്ച് മാങ്ങായും പിന്നെ ഇതിൻ്റെ ആ കോക്കനട്ട് ക്രീം ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം മാങ്ങാപ്പഴമൊക്കെ ഒത്തിരി ഉള്ള സമയമല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഓരോ പുതിയ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു പുതിയ ഡിഷ് തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയുക. അപ്പം വീണ്ടും നമുക്ക് ഉടനെ തന്നെ വേറെ വീഡിയോ കാണാം കേട്ടോ. സ്റ്റേ ട്യൂൺ. ബൈ ഫോർ നൗ.